ബിജുവിനെ വെച്ചാൽ അതൊരു കാര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ സിസിക്കാണെങ്കിലും നോബിച്ചാറിനാണെങ്കിലും ഇതുവരെ ചെയ്ത പോകുന്ന ക്യാരക്ടറുകളല്ല വാഴ 1 ചെയ്തേക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് അവരെ വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചപ്പോഴും ചേട്ടൻ മനസ്സിലാകുന്ന ടെൻഷൻ ഉണ്ടാവുന്നു. അല്ലല്ല, എന്നെ വിളിക്കുമ്പോൾ ഞാൻ വാഴയിൽ എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. കാരണം വാഴയിൽ വാഴ 2 ചേട്ടന് ഡേറ്റ് ഉണ്ടാവുമോ ചേട്ടാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കറിയാം ആടുന്നൂറും സിനിമ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഞാൻ പരമാവധി ഞാൻ അവിടെ പറയാം, കാരണം പറയാതെ പോകുന്നത് ശരിയല്ല. പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കൂടി ഞാൻ നിങ്ങൾ പറയുന്ന ഡേറ്റിനൊക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ലേ ഏതാണ് എന്താണ്, അപ്പോൾ പോകില്ലേ സാധനം, നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കുന്ന സംഭവമല്ലേ ഇത്. അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് തന്നെ പറയണേ ചെയ്തത്. അത് നല്ല സിനിമയായിരിക്കും. കാരണം കണ്ടത് വാഴ ഫസ്റ്റ് കണ്ടാണല്ലോ. ഇതിനകത്തും ഒരു പാരൻ്റായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് കോമഡിയാണോ സീരിയസ് ആണോ എന്ന് ചോദിച്ചില്ല, ഡേറ്റ് പറ. അപ്പോൾ തന്നെ സവിൻ എന്നെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ, പിന്നെ ഒരാളുടെ അച്ഛനായിട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയും വീട്ടിൽ വരണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വരാം. അല്ല അത് ചേട്ടാ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ്. എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ഓക്കെ ആക്കി. പക്ഷെ വീട്ടിൽ നിന്ന് സമാധാനം പറ്റില്ല. ഈ അങ്ങനെ നിസ്സാര സമയം മതി മാറിപ്പോവാനായിട്ടേ. ഞാൻ പിറ്റേ ദിവസം തന്നെ ബൈക്ക് എടുത്ത് നേരെ പോയി. എൻ്റെ എറണാകുളത്തോട്ട് വിളിച്ച് സവിനെ എവിടെയുള്ളത്, ഞാൻ ഫ്ലാറ്റിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ. വേണ്ട കേട്ടോ ഇങ്ങോട്ട് വരണ്ട. അവരുടെ മനസ്സിൽ നമ്മൾ ഉറപ്പുണ്ട്, പക്ഷെ നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ എവിടെ അവിടെ ഉണ്ട്. ഞാൻ എറണാകുളത്തിന് ആവശ്യത്തിന് വേണ്ടി വന്നേ, തൊട്ടിപ്പുറത്തുണ്ട് നിങ്ങളുടെ. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമല്ലോ. എവിടെ മരിച്ചാണ് വന്നാക്കണത്.